എനിക്കൊരു നോർമൽ രീതിയിലേ തോന്നിയുള്ളൂ. വയലൻസ് മാത്രമേ ഉള്ളൂ, ചുമ്മാ ഇടി കൂട്ടാനായിട്ടൊരു പടം വെച്ച് കണ്ടിരിക്കാം, കുഴപ്പമില്ല. കുഴപ്പമില്ല. വയലൻസ് ഇൻ്റർവെൽ വരെ കുഴപ്പമില്ലായിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് ക്രൂഷ്യലായിട്ട് തോന്നി. വരെ ആക്ച്വലി കുഴപ്പമില്ല, പിന്നെ ഫുൾ വയലൻസ് ആയി പോയെന്നൊരു കണ്ടായിരുന്നു. നല്ല മേക്ക് ഓവറാണ്. വയലൻസ് സൂപ്പറാണ്, എല്ലാവരും കണ്ടിരിക്കുക. സൂപ്പറായിരുന്നു. കൊള്ളാം, വയലൻസ് ഒക്കെ കൊള്ളാം. നല്ല ഒരു കിടിലൻ പടം, എനിക്ക് ഇഷ്ടമായിട്ട്. ഉണ്ണിമൂന്ന് തന്നെ ആക്ടിങ് പൊളിയായിരുന്നു കേട്ടോ, സത്യം പൊളിയായി. സീൻ പടം നല്ല ആക്ടിങ്, നല്ല ഗോറുണ്ടായിരുന്നു. സീൻ പടം നല്ല ചോരയായിരുന്നു. സീൻ പടമായിരുന്നു. നല്ല വയലൻ്റാ, ഫാമിലി പടമെന്ന് പറയത്തില്ല, പക്ഷേ കൊള്ളാം. നല്ല ആക്ഷൻ സീക്വൻസ്, പടം കൊള്ളാം. പടം സ്റ്റോറി ഓക്കെ, പക്ഷേ ആക്ഷൻ അടിപൊളിയാണ്, ശരിക്കും നല്ല. പലർക്കും ഓക്കെ ഇച്ചിരി അങ്ങനെ നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ കണ്ടാൽ ഇഷ്ടപ്പെടും, കുഴപ്പമില്ല. ഫാമിലീസിന് ഞാനങ്ങനെ അവസാനം വരെ കുഴപ്പമില്ല, പക്ഷെ അവസാനമാകുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് വയലൻ്റ് ആവും. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഫാമിലീസ് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഒരുപാട് പേര് ഫാമിലീസിനെ കൊണ്ട് വരുന്നുണ്ട്, പക്ഷേ റെക്കമെൻഡ് ചെയ്യും. ഉണ്ണിമൂന്തൻ കൊള്ളായിരുന്നു. ഉണ്ണിമൂന്തൻ ഭയങ്കര നല്ല ആക്ഷനായിരുന്നു. ഭയങ്കര നല്ല ഫീൽ ചെയ്യും, നല്ല അടിയാണ്. I would say like എനിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് എ വൺ ടൈം തിയേറ്റർ വാച്ച്, നത്തിങ് മോർ ദാൻ ദാറ്റ്. ബട്ട് നല്ല എഡിറ്റിംഗ്, നല്ല ക്യാമറ വർക്ക്, നല്ല സീക്വൻസ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. തിയേറ്റർ വാച്ച് തന്നെയാണ്. OTT ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോണ. പിന്നെ അവർ OTT ഒരുപാട് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതെന്താണെന്നുള്ള ആകാംക്ഷ മാത്രമേ OTT കാണത്തുള്ളൂ. ബാക്കി ഐ വുഡ് സേ ഇറ്റ് ഇസ് എ വെരി ഗുഡ് മൂവി. പെർഫോമൻസ് വൈസ് ഉണ്ണിമുഖേന്ദ്രൻ കുറേ നാളത്തേക്ക് ശേഷം വരുന്നത് കൊണ്ട് ഐ തിങ്ക് ഓൾ ദി ഫാൻസ് വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് ഐ വുഡ് സേ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. നോ, കിൽ ഇസ് നോ വെയർ ക്ലോസ് ടു ദിസ് ഫ്രം മൈ പെർസ്പെക്റ്റീവ്. കാരണം കില്ല് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് സീരീസിലോട്ടാണ് പോകുന്നത്. ദിസ് ഇസ് ഭയങ്കര ഗോറിയായിരുന്നു ഫ്രം മൈ പെർസ്പെക്റ്റീവ്. വയലൻസ് ഒക്കെ ഉണ്ട്, എന്നാലും കഥ വേണ്ടേ? കഥ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഫുള്ള് വയലൻസ് മാത്രം. ഉണ്ണിമൂന്തനൊക്കെ വേറെ ലെവല്, പറയാതിരിക്കാൻ വയ്യ, വേറെ ലെവല്. ഫീ ഐറ്റം വയലൻസ് ആണ്, വേറെ ഒന്നും പറയാൻ. എന്താണ് ഉണ്ണിമൂന്നൻ കൂടെ നല്ല ആക്ടിങ് ആണ്, സൂപ്പർ ആക്ടിങ് ആണ്, കുഴപ്പമില്ല. ഭയങ്കര വയലൻസ് ആണ്. കൊള്ളാം, കുഴപ്പമില്ല. കണ്ടിരിക്കും. ഉണ്ണിമൂന്നൻ നല്ല ആക്ടർ. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. എന്താ നല്ല സിനിമ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുറച്ച് വയലൻസ് കൂടുതലാണ്, കുഴപ്പമില്ല. അതിൻ്റെ സീൻ നല്ലതായിരുന്നു, സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആക്ഷൻ സീക്വൻസ് അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മലയാളത്തിൽ നല്ലൊരു ആക്ഷൻ സീൻസാണ്. ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്നതല്ല ശരിക്കും. ബ്രോ സെറ്റ് പടമായിരുന്നു, വയലൻസ് കൂടുതലായിരുന്നു. വയലൻസ് അടിപൊളിയാണ്. പെർഫോമൻസ് കുഴപ്പമില്ല. സീക്വൻസ് ഒക്കെ പൊളിയാണ്, നല്ല രീതിക്ക്. കൊച്ചു പിള്ളേർക്ക് കുറച്ച് കാണാൻ ടാസ്ക് ആയിരിക്കും സിനിമ, ബാക്കിയെല്ലാ പടവും കൊള്ളാം. ഇതാണ് മൊത്തം. ഉണ്ണിമൂന്തൻ പൊളി, ഒന്നും പറയാനില്ല. പടം മൊത്തം എൻ്റെ കൈയൊക്കെ വിറക്കാണ്. കൂടെ ഇവൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒന്നും പറയാനില്ല, തകർത്തു. ആർക്കും കൊള്ളാം, നല്ല പടം. വയലൻസ് ഒക്കെ എക്സ്ട്രീം. കണ്ടോണ്ടിരിക്കാം, ഇഷ്ടപ്പെട്ട നല്ല ഫൈറ്റ് ഉണ്ട്, കണ്ടോണ്ടിരിക്കാം. ഉണ്ണിമൂന്തൻ സെറ്റാണ്, നല്ല രസമുണ്ട്. നന്നായിട്ടുണ്ട്, ആക്ഷനൊക്കെ കൊള്ളാം. പിന്നെ ഏതാണ് പെർഫോമൻസ് എല്ലാവരും അടിപൊളിയാണ്, നല്ല. ഉണ്ണിമൂന്തൻ സെറ്റ് ഒരു രക്ഷയില്ല. ജയിപ്പിക്കാന്ന് മനസ്സിലാവുന്നില്ല. കുറേ വയലൻസും കണ്ട് കത്തി കഴുത്ത് പറിച്ചെടുക്കുന്നു. എന്ത് കിണ്ടി അതിൻ്റെ അകത്തുള്ളു. പണ്ടാരം പൈസയും കൊടുത്ത് കഷ്ടപ്പെട്ട് തൃശ്ശൂരിൽ നിന്ന് വന്നതാ ഏരീസ് പ്ലക്സിൽ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ. കൊള്ളില്ല പടം. എന്തിനാ ആൾക്കാർ ഇത് കാണാൻ? മലയാളി ഓഡിയൻസിന് എന്ത് പറ്റി? 50 കോടി പടം തൊലിഞ്ഞ പടത്തിന് കയറ്റി കൊടുത്തേക്കുന്നു. കഥയില്ല, ഒരു ഒന്നുമില്ല. ഉണ്ണിമുഖത്തിന് അഭിനയിക്കുന്നില്ല, കൊള്ളില്ല. ഈ സാധനം വയലൻസ് ഇന്ത്യയിൽ ഇതേപോലത്തെ വയലൻസ് ഉള്ള പടം വേറെ ഇല്ല. കിടിലൻ പടം. ഉണ്ണിയുടെ അഭിനയം കിടിലൻ അഭിനയം, ഒന്നും പറയാനില്ല. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കൊള്ളാം, അടിപൊളി. ക്ലൈമാക്സ് ഫൈറ്റൊക്കെ അടിപൊളിയാണ്, സീനാണ്. വയലൻസ് ഒക്കെ ഉണ്ട്, അടിപൊളി. നല്ല മേക്കിംഗ് കൊള്ളാം, അടിപൊളി. ഉണ്ണിമൂന്തൻ കിടില, ഒരു രക്ഷയില്ല. കിടിലൻ പടം, ഒരു രക്ഷയില്ല, പൊളി പടം. വയലൻസേ ഉള്ളൂ, GTA 5 പോലെ ഇരിക്കും.
കുറേയൊക്കെ സെൻസർ ചെയ്തു. അതിൻ്റെ ഒരു ഇത് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്ത് പോയപ്പം ഞാൻ സെൻസർ അല്ലെന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്തത്. ഇപ്പോൾ കുറച്ച് കട്ട് ചെയ്തായിരുന്നു. എന്നാലും ഞാൻ ഫസ്റ്റ് ഇപ്പോൾ കാണുന്നതാണ്. കാരണം ഭയങ്കര ഞാൻ അത്യാവശ്യം വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പോയി. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ബട്ട് എന്നാലും കുറേ കട്ട് ചെയ്തു. അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. വേറെ കുഴപ്പമില്ല. ഫാമിലി എല്ലാവർക്കും കുഴപ്പമില്ലായിരുന്നു. സെൻസർ ചെയ്തു. ഞാൻ കുറേ എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ. ആക്ച്വലി ഇത് ആദ്യമായിട്ടൊക്കെ കാണുന്നു. സെൻസർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഫാമിലിയോടെ അല്ല ഇതുകൊണ്ട് ചിലപ്പം അമ്മമാർക്കൊന്നും പിടിക്കില്ല. കാരണം പിള്ളേരെ അടുത്ത് ഇങ്ങനെ എഴുതുന്ന ഒരു സീനൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പിടിക്കില്ല. അപ്പം കുഴപ്പമില്ല. നമ്മുടെ ഒരു ഏജിലുള്ള എല്ലാവർക്കും എന്തായാലും ബട്ട് ആ ഒരു സെൻസർ ചെയ്ത ഒരു പാട്ട് കുറച്ച് ബാക്കിയാണ് എടുത്ത ഫ്രെയിംസ് വെച്ച് വീഡിയോ അത് നല്ല എൻ്റർടൈനിങ്. നല്ല വയലൻസ് ഉണ്ട്, അടിപൊളി. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ല വയലൻസ് ഉണ്ട്, കണ്ടിരിക്കാൻ നല്ല രസം. അങ്ങനെ എടുക്കത്തില്ല. നല്ല വയലൻസ് ആണ്. നമുക്ക് ഇപ്പോൾ തല്ലുമല നമ്മളെ പോലെ ഇല്ല, കണ്ടില്ലേ? അതിൻ്റെ പോലെയല്ല. ഇത് കിടിലൻ വയലൻസാണ്. വയലൻസ് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ആൾക്കാർ നോക്കുവാണെങ്കിൽ പടത്തിൽ എടുത്തു പറത്തൊക്കെ തോന്നിയിട്ടുണ്ടാണ്. എടുത്തു പറയാനായിട്ട് ഉണ്ണിമുഖം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലൻ ക്യാരക്ടറായിരുന്നു. പുള്ളിക്കാരൻ അത് പെർഫോം